അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളൊരു 2 വർഷം കൂടി കാത്തിരിക്കണം. 2026 മെയ്യിൽ നിങ്ങളൊരു തിരുത്തെഴുത്ത് നടത്തിയാൽ, ശക്തമായ തിരുത്തെഴുത്താണെങ്കിൽ, അത് എൻ്റെ ഹൃദയപക്ഷത്തു നിന്നുള്ള എഴുത്താണെങ്കിൽ പൊലപ്പിച്ചു തരാം. ഇത് ചെയ്തവരെയും അഴിക്കുള്ളിലാക്കി തരാം. ഒരുപാട് വീടുകളിൽ കയറി, ഒരുപാട് സമരമുഖത്തിറങ്ങി സ്ത്രീകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീഡിയോയും ഫോട്ടോയും ഉണ്ടെങ്കിൽ തരാം, തീർച്ചയായിട്ടും നടപടിയെടുക്കാം. ഇത് വാക്കാണ്. കാരണം അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ ഉള്ളിൽ വിസ്ഫോടനം നടത്തിയ ആളാണ്. ഐ വാസ് എക്സ്പ്ലോഡിങ് ഇൻസൈഡ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യാവുന്നത് മാക്സിമം അവിടെ സെൻട്രൽ ക്യാബിനറ്റിൽ നിർദ്ദേശം കൊടുത്ത് ചെയ്തു വെച്ചു. പക്ഷെ അതിനൊന്നും ഒരു ഉറപ്പോ ബലമോ പര്യാപ്തമല്ല. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് റെയിൽവേയിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്നത് കേരളത്തിലല്ല, ഇന്ന് ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും ഇന്ത്യയുടെ ചരിത്രത്തിലെ, ഭരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം റെയിൽവേയിൽ സംഭവിച്ചിരിക്കുന്നതാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് വേറൊരു ഓപ്ഷൻ ആർക്കും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. വന്ദേ ഭാരതിന്റെ ഇന്ന് നിങ്ങൾ അറിയേണ്ടത്, അതിന്റെ സ്ലീപ്പർ കോച്ചുകൾ 7-8 എണ്ണം റേക്കുകൾ കൊല്ലത്ത് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കുകയാണ്. അതിനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടി, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിലേക്ക് ഘടിപ്പിക്കാൻ വേണ്ടി. ഇനിയും നമ്പർ ഓഫ് ട്രെയിൻസ് കൂടുതൽ. ഈ അവധിക്കാലത്ത് ആഴ്ചയിൽ 3 സർവീസ് ബിറ്റ്വീൻ ബാംഗ്ലൂർ ആൻഡ് കൊച്ചി ആൻഡ് ചെന്നൈ ആൻഡ് ട്രിവാൻഡ്രം സർവീസുകൾ കൂട്ടി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനപ്പുറം ഒരു സൗകര്യം നമുക്ക് അത്യാവശ്യം വേണ്ടത്. കേരളത്തിലെ റെയിൽ ലൈൻസിന് വൈഡനിങ് വളരെ അത്യാവശ്യമായി. നമുക്ക് ഓരോ ബഡ്ജറ്റിലും കേരളത്തിന് ഒരു ട്രെയിൻ തന്നില്ല എന്ന് നമ്മൾ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ കൂടുതൽ ട്രെയിനുകൾ വരണമെങ്കിൽ കൂടുതൽ ലൈനുകൾ വേണം. അത് നീളത്തിലല്ല, നീളം ഒന്നേ ഉള്ളൂ, പക്ഷെ ആ വീതിയിൽ കൂടുതൽ വേണം. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് തയ്യാറാകുന്നോ അന്ന് ഉറപ്പായിട്ടും ആ വൈഡനിങ് നടക്കും. ഇപ്പോൾ ഉള്ള 2 ട്രാക്ക് എന്ന് പറയുന്നത് 4 ട്രാക്ക് ആകും. പിന്നെ ഒരു ആക്സിഡന്റ് റിലീഫിനുള്ള ഒരു പെർമനന്റ് സെന്റർ ട്രാക്കും അടക്കം ഉള്ള സ്ഥലം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാധ്യമാവും. ഇല്ലെങ്കിൽ ആ സ്ഥലം എടുത്ത് കൊടുക്കുന്ന ഒരു സർക്കാരിന് നിങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുവരും, അന്നത് സാധ്യമാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കേരളയിൽ ആവശ്യമില്ല. കേരളയിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഫൈനൽ നോഡ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നതിന്റെ പശ്ചാത്തലം, ഇത് 50,000 പേര് ഭവനരഹിതരാക്കി വലിയ സമരം നടക്കുന്നു. നിങ്ങളുടെ ഭൂമി വകകളൊന്നും ക്രയവിക്രയത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, പലിശ എടുക്കാൻ പോലും എവിടെയും വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ആവലാതിയെ അല്ല അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2018 വെള്ളമൊഴുക്ക് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. ലോകത്തെ മുഴുവൻ ആ പാഠം പഠിപ്പിച്ചു. കണ്ണീരിൽ, ചോരക്കണ്ണീരിൽ മുക്കി താഴ്ത്തിയിട്ടുണ്ട് 2018 ഫ്ലഡ്സ്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്കാണ് എൻവയൺമെന്റ് വയലേഷൻസ് കേരളയിൽ വഴി വരാൻ പോകുന്നത്. അതിനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിന് നല്ല ഉത്തമ ബോധ്യമുള്ളവർ അവിടെ ഉത്തരം കൊടുത്താൽ മാത്രമേ അത് വരാൻ സാധ്യതയുള്ളൂ. which is a no possibility. That is what I understand. കാരണം ഭൂമി ശാസ്ത്രം മാറ്റാനൊക്കത്തില്ല, കേരളത്തിന്റെ നീരൊഴുക്ക് മാറ്റാനൊക്കത്തില്ല, കേരളത്തിന്റെ മണ്ണിന്റെ ബലം ഇനി റീസ്ട്രക്ചർ ചെയ്യാനും ഒക്കത്തില്ല. അതിനുള്ള ഈ പിന്നെ എന്താണ് DNA മാറ്റം സോയിൽ അങ്ങനെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവാത്തത്തോളം കാലം ഇതിന്റെ ഒരു എൻവയൺമെന്റൽ ക്ലിയറൻസിനുള്ള feasibility standards I don't think Kerala will possess. So it's almost a no possibility. But അത് ടെക്നിക്കലായിട്ട് റെയിൽവേ മിനിസ്റ്റർ പറയണം, പ്രധാനമന്ത്രിക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയണം, ഇന്ത്യൻ പ്രസിഡന്റിന് അതിനകത്ത് ഇടപെടാൻ കഴിയണം. ഉറപ്പായിട്ടും ആ സംവിധാനങ്ങളൊക്കെ ജയിച്ചു പോയാൽ ചെയ്യുന്നത് അതൊക്കെയാണ്. പക്ഷേ ഇതൊറ്റയടിക്ക് റദ്ദാക്കി നിങ്ങളുടെ സ്വത്തുക്കളിന്മേൽ പൂർണ്ണമായ അവകാശം പുനഃസ്ഥാപിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ആ തിരുത്തെഴുത്തുകൾ നടത്തണം. ആ തിരുത്തെഴുത്ത് എന്റെ ഹൃദയപക്ഷത്തിനുള്ള എഴുത്തായി മാറുകയാണെങ്കിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് വെറുതെ പറയുന്നതല്ല, ചെയ്തിരിക്കും. പട്ടാളത്തിനെ നിർത്തി ചെയ്യിച്ചിരിക്കും. താങ്ക് യു.